ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഇന്നത്തെ ദിവസം ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ ആചരിക്കുന്ന ആ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. യൂദാസിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായം 23-ാം തിരുവചനം. അവൻ പ്രതിവചിച്ചു, എന്നോട് കൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത് നോക്കി, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നോട് ചേർന്നിരുന്നിട്ടും യൂദാസിന് ഈശോയോട് കൂടി ആയിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നോട് ചേർന്നിരുന്നിട്ട് ഈ മഹാരഹസ്യങ്ങളിലൊക്കെ പങ്കുചേർന്നിട്ട് എല്ലാ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും പങ്കുചേർന്നിട്ട് അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്താ സൂചിപ്പിക്കുക? ഈശോയുടെ കൂടെ ആയിരുന്നപ്പോഴും യൂദാസ് തൻ്റേതായ ചില പദ്ധതികൾ ഒരുക്കി എന്നുള്ളതാണ്. അതവന് നാശമായി തീർന്നത്. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് നിൻ്റേതായ പദ്ധതികളില്ല എന്ന് നീ എപ്പോഴും ഓർത്തുകൊള്ളണം. ഈശോയുടെ കൂടെ ആയിരുന്നിട്ട് നീ നിൻ്റേതായ വഴികളിലേക്ക് പോയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റും. ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വലിയ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഈശോയുടെ ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട്, അതിനിടയിൽ ഞങ്ങളുടേതായ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കാതെ അത് തകർത്ത് കളയുവാനായിട്ട് ഞങ്ങൾ നീ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നിയോഗങ്ങൾക്കും ഈശോയെ ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തി സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.